ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റീവാണ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് വേണ്ടിയിട്ട് ഒട്ടും തന്നെ ബുദ്ധിമുട്ടുമില്ല, അതുപോലെ ഈസിയാണ്, ടൈമും എടുക്കത്തില്ല. ഇപ്പോൾ രാവിലെയൊക്കെ നല്ല തിരക്കുള്ള സമയത്ത് അല്ലെങ്കിൽ രാവിലെ നമ്മൾ എണീറ്റിട്ട് ലേറ്റ് ആയിട്ടുണ്ട്, അങ്ങനെയുള്ള അവസരത്തിലൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇത് നമുക്ക് വളരെ സോഫ്റ്റായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തണുത്ത് പോയാലും ഒട്ടും തന്നെ ഹാർഡാകുന്നില്ല. കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുത്തു വിട്ടാലും അവർക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്നതാണിത്. ഇത് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കറിയുടെ പോലും ആവശ്യമില്ല, ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. അത് അത്ര നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. പിന്നെ ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ചോറാണ്. ഇപ്പോൾ അരക്കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് റൈസിൻ്റെ ചോറ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മട്ട റൈസിൻ്റെ ചോറാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. നല്ലപോലെ അരച്ചെടുക്കണം. പിന്നെ ഇപ്പോൾ ഞാനൊരു 2 സ്പൂൺ തേങ്ങയും കൂടി ചേർത്തിട്ട് പിന്നെ ഒന്നും കൂടി അരച്ചെടുക്കുവാണ്. അപ്പോൾ തേങ്ങ ചേർക്കാൻ ഇഷ്ടമുള്ളവർ ചേർക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ടേസ്റ്റ് കിട്ടും. വേണ്ടാന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ തേങ്ങയും ചോറും കൂടി ഇപ്പോൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എത്രയും നന്നായിട്ട് സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കാമെങ്കിൽ അത്രയും നന്നായിട്ട് അരച്ചിക്കണം. അങ്ങനെയാണ് നമുക്ക് പിന്നീട് ഇത് പരത്തിയെടുക്കാനായിട്ട് എളുപ്പമാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറും തേങ്ങയും കൂടിയുള്ള മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് കുറച്ച് അവലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വെള്ള അവലില്ലാത്തവർക്ക് മറ്റേ ചുമന്ന അവൽ വേണമെങ്കിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതും ഞാൻ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് നല്ല പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതുപോലെ നല്ല പൗഡറാക്കി പൊടിക്കണം. എത്രത്തോളം പൗഡറാക്കുക അത്രയും നല്ലതാണ്. അപ്പോൾ അതും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്കൊരു പൊട്ടറ്റോ ആണ്. ഇപ്പോൾ ഞാനിവിടെ ഇത് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുവാണ്. നമുക്ക് അത് ചെറിയൊരു പൊട്ടറ്റോ ആണ്, ഒരെണ്ണം മതി. ഇപ്പോൾ ഇത്തിരി വലുതായതുകൊണ്ട് ഞാനിതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിനകത്തൊട്ടും കട്ടയില്ലാതെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ തലേദിവസം രാത്രി വേവിച്ച് വെക്കുവാണെങ്കിൽ അതാണെങ്കിലും മതി. ഇനി ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് ഇതുപോലെ കടുക് പൊട്ടിച്ച് ചേർക്കാം. നമുക്കിതിനകത്തോട്ട് താളിച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ട് 1 സ്പൂൺ എണ്ണ, അത്രയും മതി കേട്ടോ, ഒത്തിരി എണ്ണ കഴിക്കേണ്ട. പിന്നെ അതിനകത്തോട്ട് ഒരു 1/4 സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. ഒരു 3-4 വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ ഒട്ടും അത് ഭംഗിയൊന്നും പോകരുത്, അതിൻ്റെ കളറൊന്നും നഷ്ടപ്പെടാതെ ജസ്റ്റ് ഒന്ന് വാടിയ പോലെ മതിയേ. പിന്നെ ചെറിയുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു 5 എണ്ണം. പിന്നെ അരിഞ്ഞെടുത്ത മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ ചൂടുള്ള ചീനിച്ചട്ടിയുടെ ചൂടി മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി അത്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനിപ്പം റെഡ് ചില്ലി പൗഡറാണ്. നമ്മൾ പൊടിച്ചെടുത്ത മുളകാണ് ചതച്ച മുളകാണ് ചേർത്തിരിക്കുന്നത്. ഇത് വേണ്ടാത്തവർക്ക് പച്ചമുളക് ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം നമ്മുടെ ബൗളിലോട്ട് ഇനിയിപ്പം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിടണം. കാരണം നമ്മൾ പൊട്ടറ്റോ ബോയിൽ ചെയ്തപ്പോഴത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന അവൽ കുറേശ്ശെ ചേർത്ത് ഇത് നമുക്ക് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇനി അവൽ പൊടിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ആ സമയത്ത് റവയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒട്ടും തന്നെ കട്ടയൊന്നും വരാതെ നല്ലപോലെ സ്മൂത്തായിട്ട് നമുക്കിതിനെ കുഴച്ചെടുക്കണം. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് പരത്തുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ പിന്നെ അരഞ്ഞിട്ടില്ലെങ്കിൽ മിക്സിയിലോട്ട് എല്ലാം കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്ത് നല്ല സ്മൂത്താക്കി വെക്കണം. ഇനി നമ്മൾ ആ മിക്സി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തടക്കൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡ് ചില്ലി പൗഡർ ചേർത്തപ്പോൾ അതിൻ്റെ കളറൊന്ന് മാറിയിട്ടുണ്ട്. ഇതിന് പകരം നമ്മൾ പച്ചമുളകാണ് ചേർത്തിരുന്നെങ്കിൽ ഇതിൻ്റെ കളർ കുറച്ചും കൂടി വൈറ്റായി കിട്ടുമായിരുന്നു. അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി എരിവ് ചേർക്കേ വേണ്ടാന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. എല്ലാം നിങ്ങളുടെ ഓപ്ഷനാണ്. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കണ്ടോ, ഇതുപോലെ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കാരണം ഇത് കോമ്പിനേഷൻ തന്നെ തേങ്ങയുണ്ട്, അവൽ, അതുപോലെ പൊട്ടറ്റോ, ഇതെല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇനി നമ്മൾ ചപ്പാത്തിയുടെ പാകത്തിൽ ഞാൻ ഉരുളയാക്കിയിട്ട് ഞാൻ ഗോതമ്പ് പൊടിക്കകത്ത് മുക്കിയിട്ടാണ് ഇത് പരത്തുന്നത്. അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേശ്ശെ പൊടി ഇട്ടൊന്ന് തൂളിയിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ എത്ര സൈസ് വേണമനുസരിച്ച് നമുക്കതിൻ്റെ ഉരുളയുടെ സൈസ് മാറ്റണം. ഇപ്പം നമ്മൾ 1/2 കപ്പ് കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് ഇതിനകത്തുനിന്ന് കുറച്ച് ക്വാണ്ടിറ്റിയേ കിട്ടത്തുള്ളൂ. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുക. എല്ലാം അപ്പോൾ അതിൻ്റെ അളവിൽ കൂട്ടിയെടുത്താൽ മതി.
അപ്പോൾ അതേ ഒരു ചെറിയ സൈസിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. നമ്മുടെ സൈഡൊക്കെ ഒന്ന് നമുക്ക് നല്ല ലെവലാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനൊരു മിക്സിയുടെ ജാറിൻ്റെ അടപ്പ് കൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അതേ സൈസ് ഇങ്ങനെ നല്ല രീതിയിൽ റൗണ്ട് നമുക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഇത് റെഡിയാക്കാൻ ഇട്ട് കൊടുക്കുവാണ്. സൈഡിൽ കൂടി വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. വളരെ കുറച്ച് മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുക്കാം എണ്ണ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇത് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ നല്ലപോലെ പൊങ്ങിയൊക്കെ വരുന്നുണ്ടായിരുന്നു. വീഡിയോയ്ക്കകത്ത് അത്രയും കിട്ടിയിട്ടില്ല. നല്ലപോലെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. കണ്ടോ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വളരെ സിമ്പിളായിട്ടല്ലേ ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം നമ്മൾ ചേർക്കുന്ന ഐറ്റത്തിൻ്റെയൊക്കെ കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ചോറും കൂടി ഉള്ളത് കൊണ്ട് ഭയങ്കര സോഫ്റ്റുമാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മാവ് എടുത്തിട്ട് ഇച്ചിരി കൂടി വലിയ സൈസിലും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ചോറൊക്കെ എപ്പോഴും ഉണ്ടാവും. എല്ലാ ദിവസവും തന്നെ മിച്ചം ഉണ്ടാകുന്ന ചോറാണ് അല്ലേ. അപ്പോൾ ഇത്രയും ഈ റെസിപ്പി കാണുമ്പോൾ തന്നെ നമ്മൾ എല്ലാ ദിവസവും കുറച്ച് ചോറ് മിച്ചം വന്നാലും കുഴപ്പമില്ല. ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പമാക്കി ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർക്കുകയും ചെയ്യുവേ. അപ്പോൾ അത് ഇത്ര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പം ഞാൻ ഇതുകൊണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എനിക്കിതുപോലെ വലിയ സൈസ് 2 പിന്നെ 2 ചെറുതുമാണ് കിട്ടിയത്. അപ്പം കൂടുതൽ വേണ്ടപ്പോൾ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി കൂടുതൽ ഐറ്റംസ്, ചോറ് ഒരു അര കപ്പിന് പകരം 1 കപ്പും അതുപോലെ എല്ലാ സാധനവും അതിനനുസരിച്ച് കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് കിട്ടിയിരിക്കുന്നത്. വളരെ സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കഴിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കത് നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് തുറന്ന് നോക്കുമ്പോൾ കണ്ടോ എത്ര നമ്മളെ പൊങ്ങി വന്നെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നല്ല കണ്ടോ അകത്തൊക്കെ ഇങ്ങനെ ഫുള്ളിങ്ങനെ ഈ രീതിയിലാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കുക, വളരെ നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ ഈസിയുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം ഇനി ചോറ് മിച്ചം വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.